വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആവുന്നില്ല കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവരക്കണക്ക്, അതിൻ്റെ 2 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. 3ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 207 കണക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ 2 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ടും 1ാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം 2 കാണുക കേട്ടോ, എങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് കേട്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 3ാമത്തെ പാർട്ട് കാണും കേട്ടോ. ഇതിനകത്ത് എന്താണെന്നറിയാൻ വേണ്ടത് അനദർ ഫോം എന്ന് വെച്ചാൽ മറ്റൊരു രൂപം. ഇതുവരെ നമ്മൾ പഠിച്ച രീതി എങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളെ? ഇതുവരെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ ഇപ്പം മാർക്ക് അല്ലേ, ക്ലാസ്സിലെ മാർക്ക് നമ്മളോട് പറയുക. ഇപ്പം 10ൽ ഇപ്പം എനിക്ക് 5 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 10ൽ 10 ഉണ്ട്, 6 ഉണ്ട് അല്ലേ. അങ്ങനെയായിരുന്നു ഇതുവരെ. നമുക്ക് ഓരോ നമ്പർ വെച്ചാൽ തന്നേക്കുന്നത് അല്ലേ. ഇപ്പം 5 മാർക്കുള്ളത് എത്ര പേരുണ്ട്? ഇപ്പം എനിക്ക് 4 പേരുണ്ട്. അല്ല 7 മാർക്കുള്ള എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 8 മാർക്കുള്ള ഒരാൾ 10 ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ തരും അല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കുക. അത് നമ്മൾ 4 എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ 4 എഴുതുക, 3 എന്നുള്ളതിനെ 3 എന്നാണ്ട് ഇങ്ങനെ എഴുതുക. ഇതിനെ നമ്മൾ ടാലി മാർക്ക് എന്നും പറയും അല്ലേ. ടാലി മാർക്ക് എന്നും പറയും. മനസ്സിലായല്ലോ? ടാലി അടയാളം എന്ന് മലയാളത്തിൽ പറയും. ഇതായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ച രീതി. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇപ്പോൾ ക്ലാസ് തരികയാണ്. ഇത് ക്ലാസ്സിൽ 10ൽ എത്ര മാർക്ക് ഉണ്ടെന്നാണ് ഈ തന്നിരിക്കുന്നത്. അത് എത്ര കുട്ടികൾക്കുണ്ടെന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെ. അത് ടാലി മാർക്കിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. പക്ഷേ ഇനിയുള്ള എന്താണെന്നറിയോ, വേറെ രൂപത്തിലാണ്. അതാ മറ്റൊരു രൂപം അല്ലെ, അനദർ ഫോം എന്ന് പറയുന്നത്. നോക്കിക്കേ, ദ റൺസ് ദാറ്റ് എ ബാറ്റ്സ്മാൻ ഗോട്ട് ഇൻ 50 1-ഡേ ക്രിക്കറ്റ് മാച്ചസ് ആർ ഗിവൺ ബിലോ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 50 ഏകദിന മത്സരങ്ങളിൽ നേടിയ റൺ ചുവടെ കൊടുത്തിരിക്കുന്നു കേട്ടോ. കുറേ റൺസ് അല്ലേ. നമ്മൾ ക്രിക്കറ്റ് കളി അങ്ങനെ ഉണ്ടോ നിങ്ങളെ? നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഈ ക്രിക്കറ്റ് കളിയിൽ 50 ഏകദിന മത്സരങ്ങളിൽ നേടിയ ഏതോ ഒരു കളിക്കാരൻ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പേര് പറയുന്നില്ല അല്ലേ, ഇഷ്ടമുള്ള ആരോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ. ആ ക്രിക്കറ്റ് കളിക്കാരൻ 50 ഏകദിന മത്സരങ്ങളിൽ നേടിയ റണ്ണാണ് നമുക്കിവിടെ ചുവടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, ഇത്ര നേടിയതൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് 1ാമത്തെ ചോദ്യം എന്നറിയോ, അയാൾ എത്ര സെഞ്ചുറികൾ നേടി? എന്താ ഈ സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ കുഞ്ഞുങ്ങളെ സെഞ്ചുറി? അതായത് ഇപ്പം നമ്മൾ ഈ റൺസ് ഓരോ നിരയായിട്ട് എടുക്കുമ്പോഴേ ഈ സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 റൺസ് കേട്ടോ. 100 റൺസ്, 100 സെഞ്ചുറി എന്ന് പറയുന്നത്. 100ൽ കൂടുതലാണെങ്കിൽ നമ്മൾ സെഞ്ചുറി കഴിഞ്ഞെന്ന് പറയും കേട്ടോ, സെഞ്ചുറി. ഇനി 50ൽ താഴെയാണെങ്കിൽ നമ്മൾ ഹാഫ് സെഞ്ചുറി കേട്ടോ, അർദ്ധ സെഞ്ചുറി എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. സെഞ്ചുറിയും ഹാഫ് സെഞ്ചുറിയും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആണ് കേട്ടോ. ഇനി 50ൽ താഴെയാണെങ്കിൽ അത് ഹാഫ് സെഞ്ചുറി. മനസ്സിലാക്കണേ കേട്ടോ. 50ഉം 50ൽ താഴെയുള്ളതും ഹാഫ് സെഞ്ചുറിയാണ് കേട്ടോ. നമ്മളോട് 1ാമത്തെ ചോദ്യം, അയാൾ എത്ര സെഞ്ചുറി ഇവിടെ നേടി? നോക്കിക്കേ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇതുവരെ പഠിച്ച രീതി വെച്ചിട്ട് ഇതുപോലെ ഇത്രയും എണ്ണം തന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ അയാൾ എത്ര കണ്ടു, എത്ര അർദ്ധ സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി എടുത്തു എന്ന് നമുക്ക് ചാടി കയറി പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചത് എങ്ങനെയാ? നമ്മൾ അതിൻ്റെ ടാലി മാർക്കൊക്കെ വരച്ച് അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാവൂ കേട്ടോ. പെട്ടെന്ന് എന്ത് ചെയ്യാം. അപ്പോൾ ഇവർ അതിൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞ് എന്താണെന്നറിയോ, ഇവിടെ നമ്മളോട് പറഞ്ഞ് നമ്മൾ ചെയ്ത രീതി വെച്ച് ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. ഇതിലേക്ക് ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കണം അല്ലേ. ഇവിടെ നോക്കി, ഏറ്റവും ചെറിയ 0 ഉണ്ട്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഏറ്റവും ചെറിയ സംഖ്യ 0 ഉണ്ട്. നമ്മൾ ഇങ്ങനെ തന്നെ റൗണ്ട് ഇട്ട് തന്നെ പഠിച്ചത് അല്ലേ. ഏത് രീതി ചെയ്താലും മതി കേട്ടോ, ഏത് ചെയ്താലും മതി കുഞ്ഞുങ്ങളെ. ഏറ്റവും ചെറിയ സംഖ്യ 0യുമാണ്, ഏറ്റവും വലിയ സംഖ്യ 104 നമ്മളോട് പറഞ്ഞില്ല. നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ. നോക്കണം ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. കണ്ടല്ലോ, ഏറ്റവും ചെറുത് 0യുമാണ്, ഏറ്റവും വലുത് 104 കേട്ടോ. അപ്പോൾ അവരിതിനെ ഈ 1ാമത്തെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കാ കുഞ്ഞുങ്ങളെ. അതിൻ്റെ എല്ലാ സ്റ്റെപ്പായിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ കളിക്കാരൻ നേടിയ ഏറ്റവും കുറഞ്ഞ റൺ 0ഉം ഏറ്റവും കൂടിയത് 104 ആണല്ലോ. നമ്മൾ ഇതുവരെ പഠിച്ച രീതി അല്ലാത്തതുകൊണ്ട് അവരെല്ലാം സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും ചെറുത് 0ഉം ഏറ്റവും വലുത് 104 ആണല്ലോ. ഇതുവരെ ചെയ്തതുപോലെയുള്ള പട്ടിക നമുക്ക് തയ്യാറാക്കാൻ 0 മുതൽ 104 വരെയുള്ള സംഖ്യകൾ ആദ്യ നിരയിൽ എഴുതേണ്ടി വരും അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത രീതി വെച്ച് ആണെങ്കിൽ 0, 1, 2 ഇങ്ങനെ എഴുതേണ്ടി വരും. 104 വരെ എഴുതേണ്ടി വരും അല്ലേ, ഇല്ലയോ? എന്നാൽ എല്ലാ സംഖ്യകളും ഇവിടെ ആവശ്യമില്ല.
ഇങ്ങനെയുള്ള പട്ടികയിൽ നിന്നും കളിക്കാരൻ്റെ പ്രകടനത്തെക്കുറിച്ച് പൊതുധാരണ ഉണ്ടാക്കാനും നമുക്ക് കഴിയില്ല. മറ്റൊരു രീതിയിൽ ഈ പട്ടികയെ നമ്മുടെ ചോദ്യം തന്നെ മറ്റൊരു രൂപമെന്നല്ലേ, അപ്പം മറ്റൊരു രീതിയിൽ അല്ലേ, അനദർ ഫോം, വേറൊരു രീതിയിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം. നോക്കൂ നിങ്ങളുടെ റൺസ് ഓരോന്നായി ഒരു നിരയിൽ എഴുതുന്നതിന് പകരം സെഞ്ചുറി അല്ലേ, സെഞ്ചുറി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ 100-ഉം 100-ൽ കൂടുതലും ഉള്ളത്, അർദ്ധ സെഞ്ചുറി എന്ന് വെച്ചാൽ 50-ഉം 50-ൽ 99-നും 100 കഴിഞ്ഞാൽ സെഞ്ചുറി ആയില്ലേ, അപ്പം 100ൻ്റെ താഴെയുള്ള 99. ഈ അർദ്ധ സെഞ്ചുറിയിൽ കുറവുള്ളത്, അതായത് 50-ൽ കുറവുള്ളത്, ഇങ്ങനെ ഓരോ വിഭാഗമായിട്ട് അങ്ങ് തിരിക്കാവുന്നു. മനസ്സിലാക്കണേ കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, ടാലി മാർക്ക് വരയ്ക്കുക. ഫസ്റ്റ് വിഭാഗം അല്ലേ, എന്ന് വെച്ചാൽ ക്ലാസ്, ഇംഗ്ലീഷ് മീഡിയക്കാർ ഉണ്ടല്ലേ, ക്ലാസ് അല്ലേ, അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലി മാർക്ക് അല്ലേ. നിങ്ങളുടെ എല്ലാം ടെസ്റ്റ് കിടപ്പുണ്ട്. കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻസ് അല്ലേ, ഇത് നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയോ നിങ്ങളെ, ഇതിനകത്തിൽ 0-നും 49-നും ഇടയിലുള്ളത് ആദ്യമേ നിങ്ങളങ്ങ് എഴുതാനാണ്. ഇതൊരു വേറൊരു രീതിയിൽ, നമ്മൾ മറ്റേ രീതിയിലും 2 രീതിയിലും ചെയ്യാം. ഇപ്പം എളുപ്പ വഴിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് സെഞ്ചുറിക്ക് താഴെയുള്ളത് എത്ര പേരുണ്ട്, ഹാഫ് സെഞ്ചുറിക്കും സെഞ്ചുറിക്കും ഇടയിലുള്ള എത്ര പേരുണ്ട്, സെഞ്ചുറിയേക്കാൾ കൂടുതലുള്ള എത്ര പേരുണ്ട്, ആ 3 എണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. മതി എന്നാൽ നോക്കാം. ഹാഫ് സെഞ്ചുറി നോക്കുന്നില്ലേ, 49 താഴെയുള്ള ഇതിനകത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അവർ ഓൾറെഡി നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട്, നമ്മളിനി അത്രയും സമയം കളയണ്ട. 31 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ ഓരോന്നും ഇങ്ങനെ എണ്ണണം. 49 താഴെയുള്ള 1, 2, 3 ഇങ്ങനെ 4, 5, 6 ഇങ്ങനെ മൊത്തം അങ്ങനെ എണ്ണി റൗണ്ട് ഇട്ട് നോക്കുമ്പോൾ 31 കുട്ടികളുടെ എണ്ണം വരുന്നുണ്ട്. 0-ക്കും 49-നും ഇടയിൽ, അതായത് 50-ന് താഴെയുള്ള ഈ 50 നമ്മൾ എടുക്കത്തില്ലേ, ഓർത്തോണേ. 50-ൽ താഴെ എന്ന് പറയുന്നതിന് അതിൻ്റെ തൊട്ട് മുന്നേ വരുന്ന 49 കേട്ടോ, 49 വരെ ഉള്ളത്. ഇനി 50-നും 99-നും ഇടയിൽ, എന്തുകൊണ്ടാണ് 100 ആവാൻ, 100 ആകുമ്പോൾ അത് സെഞ്ചുറി ആകത്തില്ലേ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് 50-നും 99-നും ഇടയിൽ 15 പേര് അതിനകത്തിലുണ്ട്. ഇനി 100-ന് മുകളിൽ അവിടെ 4 പേരുമുണ്ട്. അങ്ങനെ കുട്ടികളുടെ എണ്ണം 50ആയി. നമുക്കത് ടെസ്റ്റ് തന്നേക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം ഈ നമ്പർ എണ്ണി നോക്കിയിട്ട് ഇവിടെ 0-നും 49-നും, അതായത് ഹാഫ് സെഞ്ചുറിക്ക് താഴെയുള്ള എത്ര പേരുണ്ട്, ഹാഫ് സെഞ്ചുറിക്കും സെഞ്ചുറിക്കും ഇടയിൽ എത്ര പേരുണ്ട്, സെഞ്ചുറിക്ക് മുകളിൽ എത്ര പേരുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ, 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ അവർ പറയുകയാണേ, നടേ ഈ പട്ടിക നോക്കി നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാമല്ലോ. കളിക്കാരൻ്റെ പ്രകടനം അല്പം കൂടി ഒന്ന് വിശകലനം ചെയ്യണമെങ്കിലോ. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചായിരുന്നു, ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാം. നോക്കൂ നിങ്ങളെ, അയാൾ എത്ര സെഞ്ചുറി നേടി എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അയാൾ എത്ര സെഞ്ചുറി നേടി, നോക്കൂ നിങ്ങളെ, എത്ര എണ്ണം നേടി. ഓക്കെ, സെഞ്ചുറി എന്ന് വെച്ചാൽ എന്താ, 100-ൽ കൂടുതലുള്ളതാണ്, 100-ഉം 100-ൽ കൂടുതലും ഉള്ളതാണ് സെഞ്ചുറി. എത്ര എണ്ണം നേടി, 4. അപ്പോൾ അയാൾ എത്ര സെഞ്ചുറി നേടി, 4 എണ്ണം. 4 വന്ന് എങ്ങനെയാണെന്ന് അറിയണേ, 100-ൽ കൂടുതൽ, 100-ഉം 100-ൽ കൂടുതലുള്ളതിനുമാണ് സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പം 4. ഇനി എത്ര അർദ്ധ സെഞ്ചുറി നേടി, അർദ്ധ സെഞ്ചുറി എന്ന് വെച്ചാൽ എന്താ, 50-ൽ കൂടുതലുള്ളത്. 50-ൽ കൂടുതലുള്ള ഇവിടെ എത്ര ഉണ്ടോ നിങ്ങൾ നോക്കി, 50-നും 99 15 എണ്ണം. അപ്പോൾ അർദ്ധ സെഞ്ചുറി എന്ന് പറയുന്നത് 15 എണ്ണം. ഇനി ചോദിച്ചത് 50-ൽ കുറഞ്ഞ റൺസോ, 50-ൽ കുറവ് മേടിച്ചതാ, നോക്കിയേ 31 കുട്ടികൾ കേട്ടോ. എത്ര കളികളുണ്ടെന്ന് വെച്ചാൽ 31. ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ, ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത് കേട്ടോ. ചോദ്യം മനസ്സിലാക്കിയിട്ട് എത്ര കളികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, കളികളുടെ എണ്ണം 31. കുട്ടികളല്ല കുഞ്ഞുങ്ങളെ, കളികളുടെ എണ്ണം. ഞാനിവിടെ കുട്ടികൾ എന്ന് പറഞ്ഞല്ലേ, കളികളുടെ എണ്ണം കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക, എന്താ തൊട്ടിപ്പുറത്ത് ചോദിക്കുന്നുണ്ട് നമ്മളോട്, 10-ൽ കുറവ് റൺസ് നേടിയ എത്ര മത്സരാർത്ഥികളുണ്ട്. നോക്കിയേ, അതിൻ്റെ തൊട്ട് താഴെ ആ ചോദ്യം തന്നെ വെച്ചിട്ട് വേറെ ചോദിച്ചിട്ടുണ്ട്, 10-ൽ കുറവ് റൺസ് നേടിയ എത്ര കുട്ടികളുണ്ടെന്ന്. ഇല്ലേ, ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്നാണ്ട് ഇപ്പോൾ അടുത്ത വരുന്നത് മനസ്സിലായോ നിങ്ങളെ. ഇൻ ഹൗ മെനി ഗെയിം ഡിഡ് ദ സ്കോർ ലെസ് ദാൻ 10. അതുപോലെ തന്നെ 90-ക്കും 100-നും ഇടയിൽ റൺസ് നേടിയ എത്ര പേരുണ്ട്, 40-നും 50-നും ഇടയിൽ റൺസ് നേടിയ എത്ര പേരുണ്ട് അല്ലേ. എന്ത് ചെയ്യും, അങ്ങനെ ചോദിച്ചാൽ, അതായത് നമ്മളോടിപ്പോൾ 10-ൽ കുറവ് നേടിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴും 90-നും 10-നും 100-നും ഇടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ രീതി തന്നെ ചെയ്യണം. ഏതാണെന്നറിയോ, 0 to 9 കേട്ടോ, 0 to 9, 10 to 19,
അതായത് 10, 20, 30, 40, 100 വരെ ഇവിടെ എഴുതണം. 9, 19, 29, 39 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പം നമുക്ക് ടാലി മാർക്ക് അറിയാം. 0-നും 9-നും ഇടയിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ നോക്കി നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ഇട്ട് നോക്കണം. 3 പേർ ഇവിടെ ഓൾറെഡി തന്നതുകൊണ്ട് ഇനി നമ്മളതിന് സമയം കളയേണ്ടാവില്ല. നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. ഇപ്പം നമുക്ക് എന്താ ചെയ്തിട്ടേപ്പുണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ വിശദീകരിക്കുന്നത്. നിങ്ങൾ റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 0-നും 9-നും ഇടയിൽ 3, 10-നും 19-നും ഇടയ്ക്ക് 5. 5ഒക്കെ അറിയാവേ എങ്ങനെ 5 വന്നെന്ന്. 1, 2, 3, 4. 4 എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇതാണ് 5 കേട്ടോ. 5 എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഓർത്തോണേ. അപ്പോൾ നോക്കി നമുക്ക് ഒറ്റയടിക്ക് നോക്കി 5, 6, 7, 8. 5, 6, 7, 5, 6, 7, 8, 5 ഉണ്ടോ. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര? 50. മനസ്സിലായോ? മനസ്സിലാക്കണേ ഇതെങ്ങനെയാണ് വന്നതെന്ന്. ഇതിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമ്മളോട് ചോദിച്ച ഒറ്റയടിക്ക് നമുക്ക് ഇത്രയും മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളായിരുന്നു എങ്കിൽ എന്താ ഇതിനകത്തിൽ സെഞ്ചുറിക്ക് താഴെ എത്രയാണ്, സെഞ്ചുറി കിട്ടിയാൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത്ര ഇങ്ങനെ 3 എണ്ണം എഴുതേണ്ട കാര്യമേ ഉള്ളൂ. ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. അതേപോലും 0-നും 10-നും ഇടയിൽ എത്ര, 25-നും 35-നും ഇടയിൽ എത്ര, അങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുമ്പം അതിനെ എന്താ ഇങ്ങനെ വിശദീകരിച്ച് തന്നെ ടാലി മാർക്ക് കൊടുക്കണം കേട്ടോ. ടോട്ടൽ 50. അതേപോലെ അടുത്ത ചോദ്യമുണ്ട്. കണ്ടേ, സ്കൂളിലെ ആരോഗ്യ ക്ലബിലെ അംഗങ്ങളുടെ ഭാരം കണ്ടോ. സ്കൂളിലെ ആരോഗ്യ ക്ലബിലെ അംഗങ്ങളുടെ ഭാരം അതും ഇവിടെ ചെയ്തിട്ട് തന്നിട്ടുണ്ടോ നിങ്ങളിവിടെ 38. അപ്പം നമ്മൾ എപ്പോൾ ഇങ്ങനെ ഒരെണ്ണം തന്നാലും നിങ്ങളുടെ ജോലി ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ, ഏറ്റവും വലിയ സംഖ്യ ഏതാ എന്ന് നോക്കണം കേട്ടോ. ഇതിനകത്തിലേക്ക് ഏറ്റവും ചെറുത് ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ആവർത്തന പട്ടികയിൽ ഏറ്റവും നല്ല അത് ചെയ്തിട്ടിട്ടുണ്ട്. 30, 34 എന്ന് നമുക്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് 35, 39. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഏറ്റവും ചെറുത് 32 ആവും. നിങ്ങളെ നോക്കിയേ, 32 ഏറ്റവും വലുത് 54.5 കേട്ടോ. അപ്പോൾ 32, 54 ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. 32 മുതലാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ 30 അല്ലേ വന്നേ, 32 അല്ലേ. അപ്പം നമുക്ക് 30 മുതൽ എടുക്കാവുന്നു കേട്ടോ. 30 മുതൽ 34 വരെ എടുക്കാവുന്നു. പിന്നെ 35 മുതൽ 39 വരെ ഇവിടെ തീർന്നത് കേട്ടോ. ഇവിടെ അടുത്തത് വേണം തുടങ്ങാൻ കേട്ടോ. 39 വരെ അങ്ങനെ മനസ്സിലായോ, തുടങ്ങാമെന്നാണ് പറയുന്നത്. എന്നിങ്ങനെ വിഭാഗങ്ങൾ ഇത് ശരിയാകുമോ എന്നും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിയാകുമോ നോക്കിയേ. 30, 34 അല്ലേ. പിന്നെ 35, 39. പിന്നെ 40, 44. അങ്ങനെ ഒരിക്കലും തുടങ്ങത്തില്ല കേട്ടോ. ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. 30, 34 അങ്ങനെ എഴുതി വെക്കരുത്. എന്താണെന്നറിയോ, അതായത് അതെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോക്കിയില്ലേ. ഉദാഹരണമായിട്ട് ഇപ്പം 44 എന്ന ഭാരം ഏത് വിഭാഗത്തിലാണ് എടുക്കുക, മനസ്സിലായോ? അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളോട് 20, 30 എന്ന് പറഞ്ഞാൽ 20-നും 30-നും ഇടയിലുള്ളത്. അപ്പം നമ്മൾ 30 എടുക്കുമോ എന്നുള്ള ചോദ്യമാണ്. 30 എടുക്കത്തില്ല, നിങ്ങളത് ഓർത്തോണം. 29 വരെയുള്ളൂ. 20-നും 29-നും ഇടയിലാണ്. എന്നിട്ട് അടുത്തതിൽ വേണം എന്താ, 30 to 40 വരുമ്പോൾ എങ്ങനെ വരും? ഈ 40 എടുക്കത്തില്ല, എത്രയേ വരത്തുള്ളൂ? 39 വരെ എടുക്കത്തുള്ളൂ കേട്ടോ. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. കാരണം എല്ലാ ചോദ്യത്തിലും അങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണേ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, 30, 35. അപ്പം നമ്മളിവിടെ എത്ര എടുക്കത്തുള്ളൂ? 35 എടുക്കുമോ? ഇല്ല, 34 വരെ എടുക്കത്തുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ, മനസ്സിലായോ? 34 വരെ എടുക്കത്തുള്ളൂ. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. നമ്മൾ 30, 35 എന്നാണ് ഇവിടെ എഴുതി വെച്ചത്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് അതിനെ ഞാൻ വലിയ ഇത് എഴുതാഞ്ഞത്. 30, 35 ആണെങ്കിൽ നമുക്ക് എത്ര മുതൽ എടുക്കണ്ടേ? 30 മുതൽ 34 വരെ നമ്മൾ ഇവിടെ എടുക്കത്തുള്ളൂ. പിന്നെ ഇവിടെ 35 ഇവിടെ വരുന്നത്. 35 മുതൽ 39 വരെ ഉള്ളതേ നമ്മൾ ഈ റോയിൽ എടുക്കത്തുള്ളൂ. 40 ഇപ്പുറത്തേതിലാണ് വരുന്നത്. 40 മുതൽ 44 വരെ ഇതിനകത്തിലാണ് വരുന്നത്. പിന്നെ 45 ഇതിലാണ് വരുന്നത്. 45 മുതൽ 49 വരെ ഇവിടെ വരും. പിന്നെ 50 മുതൽ 54 വരെ ഇതിൽ വരും. 55 മുതൽ 59 വരെ ഇവിടെ വരും. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ഇപ്പം 45-നും 50-നും ഇടയ്ക്കുള്ള ഏതൊക്കെയാണെന്ന് എഴുതാൻ ചോദിച്ചാൽ ഇതെല്ലാവർക്കും തെറ്റുന്നതുകൊണ്ട് എടുത്ത് ഞാൻ പറയുക. 45-നും 50-നും ഇടയിലുള്ള സംഖ്യ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 45-നും 50-ഉം വരത്തില്ലൊന്നുമില്ല, 49 വരത്തുള്ളൂ കേട്ടോ. കാരണം 50-നും ഇടയിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 50 എടുക്കത്തില്ല, 50 തൊട്ടിപ്പുറത്തിലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ നമ്മൾ എഴുതും? 30-നും 35-നും ഇടയിൽ ഇവിടെ എത്ര എന്തൊക്കെയുണ്ടോ നിങ്ങളെ അതിവിടെ ചെയ്തിട്ടേക്കുന്ന ആയതുകൊണ്ടേ ഞാൻ അതിൻ്റെ ആൻസർ അങ്ങ് എഴുതാം. എന്നിട്ട് നമുക്ക് എക്സർസൈസ് എഴുതാം.
അത് ഞാനിവിടെ എഴുതിയെന്ന് തോന്നുന്നു. അതാണ്ടേ, അതായിരുന്നു അല്ല, അതാണ്ടേ ടെസ്റ്റിലെ ആ ഒരു കണക്ക് ഞാനിവിടെ ചെയ്തായിരുന്നു. കണ്ടോ ഈ ചോദ്യം എന്നാണ്ടേ, കണ്ടോ 30-നും 35-നും 3 വരും, 35-നും 40-നും ഇടയിൽ 5-6 എണ്ണം വരും, 40-നും 45-നും ഇടയിൽ 7 എണ്ണം വരും കേട്ടോ. 40-നും 45-നും ഇടയിൽ 7 എണ്ണം വരുന്നുണ്ട്. പിന്നെ എത്ര കുഞ്ഞുങ്ങളെ, 50-നും 55-നും ഇടയിൽ 5 എണ്ണം വരുന്നുണ്ട്. 1 2 3 4 5 എണ്ണം വരുന്നുണ്ട്. പിന്നെ 50-നും 60-നും അല്ല 50-നും 55-നും ഇടയിലും 5 എണ്ണമാണ് അല്ലേ. 45 50 45-ഉം 50-ഉം വരുന്നത് 6 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 6 എണ്ണം എണ്ണി നോക്കണേ കേട്ടോ. നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. നിങ്ങളത് എണ്ണി നോക്കി തന്നെ എഴുതണം കേട്ടോ. 50-ഉം 55-ഉം വന്നത് 5 എണ്ണം. 1 2 3 4 5. പിന്നെ 55-നും 60-നും വരുന്നു. 55-ഉം 60-ഉം ഉണ്ടോ? 30 തൊട്ട് 35 60 ഉണ്ടോ ഇവിടെ? 55 60 ഉണ്ട്, ശരിയാ. ഒരെണ്ണോടുണ്ട് അല്ലേ. 55-ഉം 60-ഉം ഉണ്ട്. അപ്പോൾ അതെത്ര നിങ്ങൾ 55-നും 60-നും ഇടയെന്ന് വെച്ച് കഴിഞ്ഞാൽ 55-നും 59 ആണേ കേട്ടോ. 55 മുതൽ 59 വരെ. ഇനി ഞാൻ പറയണ്ടല്ലോ, ഒത്തിരി വട്ടമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ 27 വരുമായിരിക്കും. അപ്പോൾ ടോട്ടൽ 30 വരും. മനസ്സിലാക്കണേ കേട്ടോ. നമ്മളോട് ഇത് മാത്രമേ എഴുതാൻ പറഞ്ഞുള്ളതുകൊണ്ട് നമുക്കത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇത് എഴുതാൻ മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. ഇതിനകത്തിൽ എത്ര എങ്ങനെയാണെന്ന് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അതിനകത്തിൽ വേറെ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഇവിടെ എങ്ങനെയാവും, അതായത് ഞാനിവിടെ പ്രത്യേകിച്ച് പറയുകയാണ് നമ്മൾ 30 35 35 40 എന്ന് റോ കണ്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും തരുമായിരിക്കും. അപ്പം നിങ്ങൾ ഓർത്തോണം, 30 35 തന്നെന്ന് വിചാരിച്ച 35 അതിൽ വരുത്തില്ല. 35 ഇപ്പുറത്തേതിലാണ് വരുന്നത്. 30 മുതൽ 34 വരെ ഇവിടെ ഉള്ളൂ എന്ന് ഓർത്തോണം. 35 മുതൽ 39 വരെ ഇവിടെ ഉള്ളെന്ന് ഓർത്തോണം കേട്ടോ. നമുക്ക് എക്സസൈസ് ചെയ്യാം. മനസ്സിലാക്കണേ. എന്നിട്ട് ടോട്ടൽ എഴുതണേ ആകും. ഓക്കെ, അടുത്ത ഒന്നാമത്തെ ചോദ്യം. 40 പട്ടണങ്ങളിൽ ഒരു ദിവസത്തെ ഉയർന്ന താപനില അത് ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്നു. ആവർത്തി പട്ടിക നമ്മൾ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നമ്മളോട് ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ചോദ്യം കേട്ടായിരുന്നോ നിങ്ങളെ? എന്താണ്? അതായത് എന്താ, ഗിവൺ ബിലോ ആർ ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് 1 ഡേ ഇൻ 40 ടൗൺസ് അല്ലേ. 40 ടൗൺസ് 40 പട്ടണങ്ങളിലെ കാര്യമാണ്. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ, ഒരാവർത്തി പട്ടിക നമ്മൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നില്ലയോ? ഇനിയും ചുരുക്കണോ? അത്രയേ ഉള്ളില്ലേ. 40 പട്ടണങ്ങളിൽ ഒരു ദിവസത്തെ ഉയർന്ന താപനില തന്നിരിക്കുന്നു. ആവർത്തി പട്ടിക ഉണ്ടാക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കുന്നില്ല, നമ്മൾ ഇങ്ങനൊരു ചോദ്യം കാണുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതിനകത്തിലേക്കും ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കുക. നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. 40 പട്ടണങ്ങളിൽ ഒരു ദിവസത്തെ താപനിലയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തടത്തും ഓരോ അല്ലേ. നമ്മുടെ എൻ്റെ AC-യുടെ റിമോട്ടെ നോക്കിയാൽ മതി, നമുക്ക് എത്ര ഡിഗ്രി ആണെന്ന് അതിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. നമ്മുടെ മുറിക്കുള്ളിലെ ചൂട് എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഓരോരുത്തരത്തെ നമ്മുടെ ഫോണിൻ്റെ തന്നെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഫോണിൻ്റെ അല്ലേ, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ചൂടെന്നും തണുപ്പെന്നും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിവിടെ നോക്കിക്കേ, അതാണ് 40 പട്ടണങ്ങളിൽ ഒരു ദിവസത്തെ താപനിലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോലി എന്താ, തന്നിരിക്കുന്നത് ഇങ്ങനെ എപ്പോൾ തന്നാലും ഏറ്റവും ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഏറ്റവും ചെറുത് ഏതാവും നിങ്ങളെ നോക്കിക്കേ. എനിക്ക് തോന്നുന്നത് 23 ഏറ്റവും ചെറുതെന്നല്ലേ. ആ 23 തന്നെ 2 എണ്ണം ഉണ്ട് അല്ലേ. ഏറ്റവും ചെറുത് 23 ഏറ്റവും വലുതോ? ഏറ്റവും വലുത് 40, ഇവിടെ ഒരു 47 ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നത് അതാ ഏറ്റവും വലുതെന്ന്. ഏറ്റവും ചെറുത് 23-ഉം ഏറ്റവും വലുത് 47-ഉമാണ്. വേറെ ഒന്നും കാണുന്നില്ല. അത് തന്നെയല്ലേ നിങ്ങൾ? ഓക്കെ, അപ്പം നമുക്ക് കിട്ടി, ചെറുതും കിട്ടി ഏറ്റവും വലുതും കിട്ടി അല്ലേ. നോക്കിയേ, 23 മുതൽ 47 വരെയാണ് ഇതിനകത്തിൽ തന്നിരിക്കുന്നത്. 23 മുതൽ 47 വരെയാണ് തന്നിരിക്കുന്നത്. അപ്പം നോക്കിയേ, 23 7 ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്തോ എന്നറിയോ, ഇപ്പം 20 എന്ന് വന്നുകൊണ്ട് 20 തുടങ്ങാം.
കേട്ടോ. 20 വന്നുകൊണ്ട് 20-ൽ നമുക്ക് തുടങ്ങാം. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. കാരണം 20-നും 23 ഉണ്ടുകൊണ്ട് 20-നും നമുക്ക് 25 എടുക്കാം കേട്ടോ. കാരണം 7 വരുന്നുള്ളത് കൊണ്ട് അല്ലേ, 7, 8 ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എന്താ 25, 20, 25 എന്ന രീതിയിൽ നമുക്ക് തുടങ്ങാം. മനസ്സിലാക്കണേ. 20, 25. അപ്പോൾ അടുത്ത ഏതാ 25, 30 അങ്ങനെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വേണ്ട ക്ലാസ് ഫസ്റ്റ് നമുക്ക് 20, 25, 25, 30, 30, 35. ഞാൻ ഇങ്ങനെ എഴുതി എന്ന് കരുതി നിങ്ങൾ 25 വരുമ്പോൾ ചാടിക്കയറി എഴുതി വെക്കരുത്. ഇതിൻ്റെ അർത്ഥം ഇവിടെ 20 മുതൽ 24 വരെ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പേയും പറഞ്ഞതാണേ, 20 മുതൽ 24 വരെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 25 മുതൽ ഏതാ 30 എടുക്കത്തില്ല, 29 വരെ. എന്നാൽ ചോദിക്കുക അങ്ങനെ എഴുതിയാൽ പോരായോ എന്ന്. അങ്ങനെയല്ല നിങ്ങൾ, ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ കേട്ടോ. 25 മുതൽ 30-ന് ഇടയിൽ എന്നല്ലേ, 30-ന് ഇടയിൽ എന്ന് വെച്ചാൽ 30 എടുക്കത്തില്ല എന്ന്. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും കേട്ടോ. ഈ ലാസ്റ്റിൽ തരുന്നത് നമ്മൾ എടുക്കത്തില്ല, അതിൻ്റെ തൊട്ട് താഴെ. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ 20-നും 25-നും ഇടയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 20-നും 25-നും ഇടയിൽ നോക്കാം. 25 എടുക്കത്തില്ല, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിലില്ല, ഇതിലൊന്നുണ്ട്, ഇതിലില്ല, ഇതിലില്ല, ഇതിൽ ഇല്ല, ഇതിലും ഇല്ല. 20-നും 25-നും ഇടയിലല്ലേ. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു 23 ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ. അപ്പോൾ ആകെ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. 2 എണ്ണം വേണ്ടേ, 2 എണ്ണം. 2 എന്ന് നമ്മൾ എഴുതുന്ന ടാലി മാർക്ക് ഉണ്ടല്ലോ ഇത് കേട്ടോ. താഴ്ന്ന താപനില ഞാനിവിടെ വെറുതെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. താഴ്ന്ന താപനില എന്ന് പറയുന്നത് 23 ഡിഗ്രിയും ഉയർന്ന താപനില എന്ന് പറയുന്നത് എത്ര 47 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അടുത്ത നമ്മളോട് ചോദിച്ചാൽ 25-നും 30-നും ഇടയിൽ. 25-നും 30-നും ഇടയിലാണ്. അപ്പം നമ്മളെന്താ 30 എടുക്കത്തില്ല. 25-നും 30-നും ഇടയിൽ നോക്കിയേ. 1, 2, 2 പിന്നെ 3, 4, 5, 6, 7, 8, 8 എണ്ണോ. 25-നും 30-നും ഇടയ്ക്കല്ലേ. 8, 9, 25-നും 30-നും ഇടയിലല്ലേ. വേറെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. 25-നും 30-നും ഇടയിൽ എത്രണ്ണം വന്നു നിങ്ങളെ? 1, 2, ഇതിലില്ല, ഇതിലില്ല, ഇതിലില്ല. 3, 4, 5, 6, 7, 8, 9 എണ്ണയുള്ളല്ലേ. 9. ഓക്കെ നിങ്ങളെ 25-നും 30-നും ഇടയ്ക്കാണ്. അപ്പോൾ അതാണ്ട് ഞാൻ ഈ ടിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6, 7 അല്ല സോറി ഇല്ല 7, 8, 9, 10, 11 എണ്ണം. 25 കൂടുതലും കേട്ടോ. ഓർത്തോണേ 25 മുതൽ 29 വരെ ഉള്ളതാണ്. എത്ര എണ്ണം വരുന്നുണ്ട്? 11 എണ്ണം കേട്ടോ. ഇവിടെ എത്ര? 25-നും 30-നും ഇടയ്ക്ക് 11. 11, 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അപ്പോൾ 10 പിന്നെ 1 11 എണ്ണം കേട്ടോ. 11 എണ്ണം. അടുത്തത് 30-നും 35-നും ഇടയിൽ എത്ര എണ്ണം വരും? 30-നും 35-നും ഇടയിൽ നോക്കാം. 30-നും 35-നും ഇടയിലല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കേട്ടോ. 10 എണ്ണം. 30-നും 35-നും 35 വരത്തില്ല, 34 വരത്തുള്ളൂ കേട്ടോ. 30-നും 34-നും ഇടയിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 10 എണ്ണം. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 10 എണ്ണം അല്ലേ. 10. ഇനി 35-നും
39-നും ഇടയിൽ. 40 എടുക്കത്തില്ലേ? 39-നും 35-നും 39-നും ഇടയിൽ. 39-നും ഇടയിൽ 1 2 3 4 5 6 7 8 9 എന്താണെന്ന് 39-നും ഇടയിൽ അല്ല 39 എടുക്കാം. കണ്ടോ 39. ഇപ്പം എത്ര? 10 എണ്ണം. 30 മുതൽ 35 മുതൽ 39 40 എടുക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എത്ര എണ്ണം വരും? 10 എണ്ണം. 1 2 3 4 5 1 2 3 4 5 10 എണ്ണം. ഇനി അടുത്ത 40-നും 45-ഉം ഇപ്പം 40-നും 44 വരെ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. 40 മുതൽ 1 2 3 4 5 6 6 അല്ലേ? 40 6 6 1 2 3 4 5 6 6 45-നും 50-നും ഇടയിൽ. 45-നും 50-നും ഇടയിൽ നമ്മളില്ല വലിയത് കണ്ട ആ ഒരെണ്ണേ പറ്റൂ അല്ലേ? 47 ആ ഒരെണ്ണേ പറ്റത്തുള്ളൂ കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള ഒരെണ്ണം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി നമ്മളോട് അതിനകത്തിൽ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇത് മാത്രമേ എഴുതാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ടാലി മാർക്ക് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിനകത്ത് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കില്ല, പേജ് നമ്പർ 208 ശാരീരികക്ഷമത പരിശോധനയിൽ പങ്കെടുത്ത 45 ആളുകളുടെ ഉയരം സെൻറ്റിമീറ്ററിൽ ഇവിടെ തന്നിരിക്കുന്നു. അത് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉപയോഗിച്ച് ഉണ്ടാക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എഴുതാനാണ്. ശാരീരികക്ഷമത കേട്ടോ. ദ ഹൈറ്റ് അത് സെൻറ്റിമീറ്ററിലാണ് ഓഫ് 45 പീപ്പിൾസ് ഹു ടുക്ക് പാർട്ട് ഇൻ എ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ. ഇപ്പോൾ ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ആ ബോക്സ് എങ്ങനെ വരയ്ക്കണമെന്ന് നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എത്ര ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, 140 44 വെച്ച് ചെയ്തോളാനാണ് പറഞ്ഞത് കേട്ടോ. 140 145 145 150. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? നമുക്ക് ചെയ്തുകൂടായോ? എത്ര കുഞ്ഞുങ്ങളെ? 150 അല്ലേ? 155 പിന്നെ 155 to 160 5 വീതം മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ 160 അല്ലേ? 160 to 165 പിന്നെ 165 നിങ്ങളിങ്ങനെ നോക്കിയാൽ 40 45 50 55 60 65. ഇവിടെ നോക്കിയാൽ 45 50 55 60 65 70. അങ്ങനെ തെറ്റത്തില്ല അപ്പം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? 165 170 അല്ലേ? എത്ര വരെ ഉണ്ടോയെന്ന് നമ്മൾ ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടാലി അടയാളം. അപ്പം ഞാനിവിടെ എൻ്റെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ തെറ്റാതിരിക്കാൻ വേണ്ടി കേട്ടോ. എത്ര വരെ ഇപ്പം 170 പുറത്തുകൊണ്ട് നമ്മുടെ ടെസ്റ്റിനകത്തിൽ 170 പുറത്തുണ്ട് കേട്ടോ ഈ ചോദ്യത്തിനകത്തിൽ. അപ്പം നമുക്കിവിടെ ഇതുവരെയുള്ള നിൽക്കത്തില്ല. അപ്പോൾ വലുത് വരച്ചെങ്കിലേ ഒക്കൂ. എങ്ങനെ എഴുതുമെന്നാണ് പറഞ്ഞത്? അവർ ഹിൻഡ് തന്നിരിക്കുന്നത് 140 മുതൽ 145 അല്ലേ? ഇനി എങ്ങനെയാ? അപ്പോൾ നാട്ടി ഇങ്ങനെ എഴുതിയാൽ പറ്റില്ല. ഹൈറ്റും ടാലി മാർക്കും ഫ്രീക്വൻസിയും നാട്ടി ഇങ്ങനെ തന്നെ എഴുതണം. എങ്ങനെ എൻ്റെ ആദ്യത്തെ ഇത്ര എണ്ണം നമ്മുടെ ഇത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, എവിടെ മുതൽ എവിടെ വരെ എന്നുള്ള ടെൻഷൻ വേണ്ട, അത് വെച്ച് എഴുതി. അപ്പം നമ്മൾ ഓർത്തോണം 140 മുതൽ 145 വരെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 140-നും 144 വരെ ഉള്ളതെന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. 145 എടുക്കില്ല, 145 ഇവിടെ മുതലാണ് കേട്ടോ. അപ്പം 140 41 42 43 ഇതിനകത്തിൽ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം, എണ്ണാം. 140 140-ഉം 144 ഇതിനകത്തിലില്ല, ഇതിനകത്തിലും ഇല്ല. 140-ഉം 44 ഇല്ല, ഇതിനകത്തിലില്ല, ഇതിനകത്തിലും ഇല്ല, ഇതിനകത്തിലില്ല, ഇതിനകത്തിലും ഇല്ല, ഇതിനകത്തിലില്ല, ഇതിനകത്തിലും ഇല്ല, ഇതിനകത്തിലും ഇല്ല, ഇതിനകത്തിലും ഇല്ല. 140 അല്ലേ? ഇതിനകത്തിലൊന്നും 140 ഇല്ലേ? 140 മുതൽ 145 വരെ ഇല്ലേ? ഒന്നുമില്ലേ?
ഓക്കെ 141 ഇത് നോക്കി എടുക്കണം കേട്ടോ. 140നും 145നും ഇടയിൽ രണ്ടെണ്ണേ വരുന്നുള്ളൂ കേട്ടോ. അല്ല 143ഉം 141 രണ്ടെണ്ണം നമ്മൾ നോക്കി എടുക്കണം കേട്ടോ. 102 ടാലി മാർക്കിലാകുമ്പോൾ ദണ്ട് ഇങ്ങനെ, ഫ്രീക്വൻസിയിൽ ദണ്ട് ഇങ്ങനെ കേട്ടോ. ഇനി അടുത്ത 145നും 149 വരെയുള്ള ഏതാണ്? 145 149 145 അതുകൊണ്ട് ഇവിടെ ഒന്നുണ്ട്. 145നും 149നും ഇടയിലല്ലേ, അപ്പോൾ ഇത് വരും. 148 വരും. പിന്നെ 148 അതുകൊണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ 3 എണ്ണയേ ഉള്ളൂ അല്ലേ. 148 3 എണ്ണമാവും നിങ്ങളെ. അപ്പം രണ്ടാമത്തത് 3 എണ്ണം, 1 2 3 3 അടുത്ത 150നും 155 155 ആകുമ്പോൾ എത്ര? 150ഉം 154ഉം വരും കേട്ടോ. 154 150നും 154നും 150 150നും 154നും ഇടയിലല്ലേ. 54 ഉണ്ട്. 154 150നും 154നും ഇടയിൽ 150 150 154 154 2 ഇവിടെ 1 കണ്ടോ 1 2 3 ഉണ്ട് മൊത്തം. 154നും ഇടയിൽ 3 1 2 3 അത് 3 അടുത്ത 155നും 159 155 155 1 2 150 എത്രയൊക്കെയായിരുന്നു? 155നും 60നും 55നും 60നും 60 ആവുമ്പം 1 2 160 അതുണ്ട്. 160നും 155നും 160നും അപ്പോൾ ഇത് വരും കേട്ടോ. അതെല്ലാം കൂടെ നോക്കുമ്പോൾ എത്ര? 155നും 160നും ഇടയിൽ 4 5 5 വരും. 4 5 പിന്നെ 160നും 165നും അപ്പോൾ 64 വരത്തുള്ള 155 മുതൽ 160 മുതൽ ഇനി അടുത്ത ഏതാ? 160 മുതൽ 65 വരെ 60 ഉണ്ട്. 1 2 3 4 5 160 65 വരില്ലേ. 65 എടുക്കത്തില്ല, 66 എടുക്കത്തില്ല. 64 പോയിൻ്റ് ഉണ്ട്. 65ന് മുമ്പാണ് ഈ 64.5 ഒക്കെ കേട്ടോ. 64.5 65 താഴെയല്ലേ. മൊത്തം എത്ര എണ്ണം വരും? 7 എണ്ണം വരും കേട്ടോ. 7 1 2 3 4 5 6 7 7 എണ്ണം. ഇനി 165ഉം 169ഉം 1 2 3 4 169 5 6 7 8 9 162 മുമ്പലത്തേറ്റിലാവുന്ന 7-നകത്തിലേ പോകുന്നത്. അത് 165 ഇപ്പോഴും 167 ഇപ്പോഴത്തെയാ. 167 167 ഒത്തിരി ഉണ്ട്. മൊത്തം 13 എണ്ണം. 1 2 3 4 5 1 2 3 4 5
1 2 3 13 170 മുതൽ 175 വരെ 75 വരെയല്ലേ ഉള്ളൂ. 170 ഇഞ്ചില്ല, ഇതില്ല, 170 ഇതുണ്ട്, 2 3 4 5 6 7 8 8എണ്ണം. 1 2 3 4 5 6 7 8 8എണ്ണം. അടുത്ത 175 മുതൽ 175 ടു 179 1 2 ഇതിനകത്ത് റൗണ്ട് അടിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 3 4 മൊത്തം 4എണ്ണം. സർക്കിൾ ചെയ്യാൻ ഇനി ഒന്നുമില്ലല്ലോ. അപ്പം 4എണ്ണം. 1 2 3 4 4എണ്ണം. ടോട്ടൽ നോക്കണം. ടോട്ടൽ മൊത്തോടെ കൂട്ടുമ്പോൾ 45 വരണം. കാരണം എന്താ, മൊത്തം 45 കുട്ടികളല്ലേ മേളിൽ പറഞ്ഞേക്കുന്നത്. 45 അല്ലേ കുട്ടികളുടെ അല്ലെ പീപ്പിൾസിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കിയത് കേട്ടോ. അവരുടെ ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പങ്കെടുത്ത 45 കുട്ടികളുടെ ഉയരം, അതും സെൻറ്റിമീറ്ററിലാണ് കേട്ടോ. 45 സെൻറ്റിമീറ്ററിലാണ്. അതിൻ്റെ ഫ്രീക്വൻസി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതുപോലുള്ള നമ്പറുകൾ എപ്പോൾ തന്നാലും ആ നമ്പറുകളിലെ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യമേ എടുക്കുക കേട്ടോ. ഏറ്റവും ചെറുത് ഇവിടെ എത്രയായിരുന്നു വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് എന്താ 5ൻ്റെ ക്ലാസ് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. എന്നിട്ട് എപ്പോഴും ഓർത്തോണം, ഈ ലാസ്റ്റിലത്തെ നമ്പർ ഇതെടുക്കരുത്, അത് രണ്ടാമത്തേൽ എടുക്കാവുന്നു. അത്രയേ ഉള്ളൂ. പുതിയൊരു ചിത്രം എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത് ചെയ്യാം. അതായത് 50 കുടുംബങ്ങൾ ഉണ്ട് ഇവിടെ. 50 കുടുംബങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് നമ്മുടെ ചുവടെ തന്നിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് ലിറ്ററിലല്ലേ. അപ്പം 0 to 500 വരെ എടുക്കുന്ന 3 കുടുംബങ്ങളുടെ എണ്ണമുണ്ട്. 500 മുതൽ 1000 വരെ എടുക്കുന്നത് 5 കുടുംബങ്ങൾ. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഗ്രാഫ് അതിൻ്റെ വരയ്ക്കുന്നത്, ഇതിൻ്റെ ബാർ ഗ്രാഫ് എന്നാണ് നിങ്ങളെ പറയുന്നത് കേട്ടോ. ബാർ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുര ഹിസ്റ്റോഗ്രാം എന്നൊക്കെ നമ്മൾ ഹിസ്റ്റോഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക, അല്ലേ വേണ്ട മുകളിൽ താപ്പോട്ടല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് വൈ എന്നും ഇതിനെ എക്സ് എന്നും കൊടുക്കുക കേട്ടോ. ഇത് 0 ഈ 0യിൽ നിന്നും നമ്മൾ താഴെ വെള്ളത്തിൻ്റെ ലിറ്റർ എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുക. ഇവിടെ ആളുകളുടെ എണ്ണം കൊടുക്കുക. മനസ്സിലായോ? എത്ര പേരുണ്ടെന്ന് ആളുകളുടെ എണ്ണം ഇവിടെ കൊടുക്കുക, വെള്ളത്തിൻ്റെ ലിറ്റർ ഇവിടെ കൊടുക്കുക. അപ്പോൾ ആദ്യമേ നമ്മളോട് ചോദിച്ചാൽ 0ക്കും 500നും ഇടയിൽ എത്ര കുടുംബമുണ്ട്? 3. അല്ലേ 2നും 4നും ഇടയിൽ 2 4 6 8 എന്ന് മേളിൽ കൊടുക്കുക. അത് ഓരോ കണക്കിൻ്റെ അനുസരിച്ചാണ് ഇവിടെ ഇത് കൊടുക്കുന്നത് കേട്ടോ, ഓരോന്നിൻ്റെയും. അപ്പോൾ ഇവിടെ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് 3 വരുന്നു. അപ്പം 3 കണ്ടോ ഇതൊരു റെക്റ്റാങ്കിൾ ബാറല്ലേ വന്നേക്കുന്നത്, ചതുരക്കട്ട എന്നൊക്കെ നമ്മൾ പറയുന്നത്, ചതുരം. അടുത്തത് 500നും 1000നും ഇടയിലാണെങ്കിൽ 5 വന്നേക്കുന്നത്. അതാണ്ട് ഇവിടെ 5 കണ്ടോ. ഇതിനെ നമ്മൾ ബാർ ഗ്രാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രാഫ് വരച്ചിവിടെ ഓരോന്നിൻ്റെ അളവനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സസൈസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടി ചെയ്യാം കേട്ടോ. അതുകൂടെ ആകുമ്പോഴത്തേക്ക് ആ മാത്സ് നമ്മുടെ തീരും കേട്ടോ. ഓക്കെ, നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി എടുക്കണേ. താങ്ക് യു.